ഏത് ചതുരസ്തംഭത്തിന്റെയും വ്യാപ്തം അതിന്റെ പാദപരപ്പളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണെന്ന് നാം കണ്ടു. എല്ലാ സ്തംഭങ്ങളുടെയും വ്യാപ്തം ഇങ്ങനെ കണക്കാക്കാൻ കഴിയുമോ? നമുക്ക് പരിശോധിച്ച് നോക്കാം. ആദ്യം ഒരു മട്ടത്രികോണ സ്തംഭം എടുക്കാം. ഇതിന് തുല്യമായ മറ്റൊരു മട്ടത്രികോണ സ്തംഭം ഇതിനോട് ചേർത്ത് വെച്ച് ഒരു ചതുരസ്തംഭം ഉണ്ടാക്കാം. രണ്ട് തുല്യ മട്ടത്രികോണ സ്തംഭങ്ങൾ ചേർത്ത് വെച്ചതാണ് ഈ ചതുരസ്തംഭം. അതിനാൽ മട്ടത്രികോണ സ്തംഭത്തിന്റെ വ്യാപ്തം ചതുരസ്തംഭത്തിന്റെ വ്യാപ്തത്തിന്റെ പകുതിയാണ്. ചതുരസ്തംഭത്തിന്റെ വ്യാപ്തം അതിന്റെ പാദപരപ്പളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണെന്ന് നാം കണ്ടിട്ടുണ്ട്. അതിനാൽ മട്ടത്രികോണ സ്തംഭത്തിന്റെ വ്യാപ്തം ചതുരസ്തംഭത്തിന്റെ പാദപരപ്പളവിന്റെ പകുതി ഗുണിക്കണം ഉയരമാണ്. ചതുരസ്തംഭത്തിന്റെ പാദപരപ്പളവ് എന്നത് ഈ ചതുരത്തിന്റെ പരപ്പളവാണ്. അതിന്റെ പകുതിയാണ് ഈ ഓരോ മട്ടത്രികോണത്തിന്റെയും പരപ്പളവ്. അതിനാൽ ചതുരസ്തംഭത്തിന്റെ പാദപരപ്പളവിന്റെ പകുതി എന്നതിന് പകരം മട്ടത്രികോണത്തിന്റെ പരപ്പളവ് അഥവാ മട്ടത്രികോണ സ്തംഭത്തിന്റെ പാദപരപ്പളവ് എന്ന് പറയാം. അതായത് മട്ടത്രികോണ സ്തംഭത്തിന്റെ വ്യാപ്തം എന്നത് അതിന്റെ പാദപരപ്പളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണ്. പാദം മട്ടമല്ലാത്ത ത്രികോണമാണെങ്കിലോ? ഏത് ത്രികോണത്തെയും ശീർഷത്തിലൂടെ ഒരു ലംബം വരച്ച് രണ്ട് മട്ടത്രികോണങ്ങളാക്കാം. അതിനാൽ പാദം മട്ടമല്ലാത്ത ത്രികോണമായ ഏത് സ്തംഭത്തെയും രണ്ട് മട്ടത്രികോണ സ്തംഭങ്ങളായി ഭാഗിക്കാം. ഈ ത്രികോണ സ്തംഭത്തിന്റെ വ്യാപ്തം രണ്ട് മട്ടത്രികോണ സ്തംഭങ്ങളുടെയും വ്യാപ്തങ്ങളുടെ തുകയാണ്. മട്ടത്രികോണ സ്തംഭങ്ങളുടെ വ്യാപ്തം അതിന്റെ പാദപരപ്പളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണെന്ന് നാം കണ്ടിട്ടുണ്ട്. അതിനാൽ ഈ ത്രികോണ സ്തംഭത്തിന്റെ വ്യാപ്തം രണ്ട് മട്ടത്രികോണ സ്തംഭങ്ങളുടെയും പാദപരപ്പളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലങ്ങളുടെ തുകയാണ്. ഇവിടെ ഓരോ മട്ടത്രികോണ സ്തംഭത്തിന്റെയും പാദപരപ്പളവിനെ ഉയരം കൊണ്ട് ഗുണിച്ച് അവയുടെ തുക കാണുന്നു. രണ്ട് മട്ടത്രികോണ സ്തംഭങ്ങൾക്കും ഒരേ ഉയരമായതിനാൽ ഇതിന് പകരം രണ്ട് മട്ടത്രികോണ സ്തംഭങ്ങളുടെയും പാദപരപ്പളവുകളുടെ തുകയെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതിയാകും. രണ്ട് മട്ടത്രികോണ സ്തംഭങ്ങളുടെയും പാദപരപ്പളവുകളുടെ തുക ഈ വലിയ ത്രികോണ സ്തംഭത്തിന്റെ പാദപരപ്പളവാണ്. അതിനാൽ ഇതിനെ ത്രികോണ സ്തംഭത്തിന്റെ പാദപരപ്പളവ് ഗുണിക്കണം ഉയരം എന്നെഴുതാം. അതായത് ഏത് ത്രികോണ സ്തംഭത്തിന്റെയും വ്യാപ്തം അതിന്റെ പാദപരപ്പളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണ്. പാദം മറ്റേതെങ്കിലും ബഹുഭുജമാണെങ്കിലോ? ഏത് ബഹുഭുജത്തിലും ഒരു മൂലയെ മറ്റെല്ലാ മൂലകളുമായി യോജിപ്പിച്ച് ത്രികോണങ്ങളാക്കി ഭാഗിക്കാം. അതിനാൽ ഏത് ബഹുഭുജ സ്തംഭത്തെയും ത്രികോണ സ്തംഭങ്ങളായി ഭാഗിക്കാം. ഈ ബഹുഭുജ സ്തംഭത്തിന്റെ വ്യാപ്തം ഇതിലെ എല്ലാ ത്രികോണ സ്തംഭങ്ങളുടെയും വ്യാപ്തങ്ങളുടെ തുകയാണ്. ഓരോ ത്രികോണ സ്തംഭത്തിന്റെയും വ്യാപ്തം അതിന്റെ പാദപരപ്പളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണെന്ന് നാം കണ്ടു. ഈ ത്രികോണ സ്തംഭങ്ങൾക്കെല്ലാം ഒരേ ഉയരമായതിനാൽ ഇത് പാദപരപ്പളവുകളുടെ തുകയുടെയും ഉയരത്തിന്റെയും ഗുണനഫലമാണ്. ത്രികോണങ്ങളുടെ പാദപരപ്പളവുകളുടെ തുക എന്നത് ഈ ബഹുഭുജത്തിന്റെ പാദപരപ്പളവാണ്. അതായത് ഈ ബഹുഭുജത്തിന്റെ വ്യാപ്തം എന്നത് ഇതിന്റെ പാദപരപ്പളവ് ഗുണിക്കണം ഉയരമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഏത് ബഹുഭുജ സ്തംഭത്തിന്റെയും വ്യാപ്തം അതിന്റെ പാദപരപ്പളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണ്.